ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു H1B വിസ റെഗുലേഷൻസ്. സോ എന്താണ് ഈ H1B വിസാസ് എന്ന് നമുക്ക് നോക്കണം. ദെൻ എന്താണ് ഇപ്പോൾ കറന്റ് വന്നിരിക്കുന്ന റെഗുലേഷനുകൾ. സോ അമേരിക്കയുടെ നമ്മളുടെ ട്രംപ് ഗവൺമെന്റിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില റെഗുലേഷനുകളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ് ഈ H1B വിസ റെഗുലേഷനുകൾ. സോ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നമ്മളുടെ എലോൺ മസ്ക് അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു H1B വിസ റെഗുലേഷൻസ് ചെയ്യണം, അല്ലെങ്കിൽ വിസകൾ കൊടുക്കുന്നത് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് അവര് തന്നെ. കാരണം അമേരിക്കയിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുവാനായിട്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള റെഗുലേഷനുകൾ വരുന്നത്. സോ എന്താണ് ഈ H1B വിസാസ്? H1B വിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നോൺ ഇമിഗ്രന്റ് ടെമ്പററി വർക്ക് പെർമിറ്റ് ആണ്. അതായത് നിങ്ങൾ ഒരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് വിസ വേണം. ചില കൺട്രീസിൽ നമ്മൾ വിസ ഓൺ അറൈവൽ ആണ്. ഇപ്പൊ മാൽദീവ്സിലാണെങ്കിലും മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെയുള്ള ചില കൺട്രീസിലാണെങ്കിലും ഇന്ത്യക്കാർക്ക് എന്താണ് വിസ ഓൺ അറൈവൽ ആണ്. നിങ്ങൾ അവിടെ പ്ലെയിൻ കയറി അവിടെ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവർ എയർപോർട്ടിൽ വെച്ചിട്ട് നിങ്ങളുടെ വിസ അടിച്ചു തരും, നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസ അടിച്ചു തരും. സോ വിസ ഓൺ അറൈവൽ ഉള്ള കൺട്രീസ് ഉണ്ട്. ചില കൺട്രീസിൽ നമുക്ക് വിസ മുന്നേ എടുക്കണം, എന്നാൽ മാത്രമേ ആ കൺട്രിയിലേക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ കാനഡയിലേക്ക് നിങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്, അപ്പൊ നിങ്ങൾ സ്റ്റുഡന്റ് വിസ എടുക്കണം. ദെൻ അവിടെ ചെന്ന് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ വർക്ക് വിസയിൽ കുറച്ച് നാൾ നിങ്ങൾ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്താവും? പെർമനന്റ് റെസിഡന്റ് ആയിട്ട് മാറും. ദെൻ പെർമനന്റ് റെസിഡന്റ് ആയി മാറിയതിനു ശേഷം നിങ്ങൾ എന്താവും? അവിടുത്തെ സിറ്റിസൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാം. സോ അതിനെല്ലാം ഒരു കാലാവധി പീരീഡ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ USA അതായത് അമേരിക്കയിലേക്ക് വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് പോകുന്ന, അതായത് ടെമ്പററി വർക്ക് പെർമിറ്റിന് വേണ്ടി പോകുന്ന വിസാസിനെയാണ് ഈ H1B വിസാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ H1B വിസ എന്താണ്? ടെമ്പററി വർക്ക് പെർമിറ്റ് വിസകളാണ്. എന്നാൽ ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. H1B വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് എംപ്ലോയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വിസാസ് ആണ്. അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റെം ഫീൽഡ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ഫീൽഡുകളിലൊക്കെ മികച്ചു നിൽക്കുന്ന ആളുകൾക്ക്, മികച്ചു നിൽക്കുന്ന ബ്രെയിനുകളെ അമേരിക്കയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ്, വിച്ച് മീൻസ് ആമസോൺ, ടെസ്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫറെന്റ് കമ്പനീസ്, ടെക് ജയൻസുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു വിസയാണ് ഈ H1B വിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന വിസയാണ്. എന്തിനു വേണ്ടിയിട്ട്? കുറച്ചു കാലത്തേക്ക് അവരുടെ കമ്പനിയിൽ നേരിട്ട് വന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ആമസോണിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. ആമസോണിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഔട്ട്സോഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അവിടെ ഓൺ സൈറ്റ് എംപ്ലോയ്മെന്റ് തരാനായിട്ട് കമ്പനി ആലോചിക്കുന്നുണ്ട്. അമേരിക്കയിലെ ആമസോണിന്റെ ഓഫീസിൽ ഓൺ സൈറ്റ് എംപ്ലോയ്മെന്റ് തരാനായിട്ട് കമ്പനി ആലോചിക്കുന്നുണ്ട്. സോ ആ സമയത്ത് എന്ത് ഇഷ്യൂ ചെയ്യും? H1B വിസ ആര് ഇഷ്യൂ ചെയ്യും? എംപ്ലോയർ ഇഷ്യൂ ചെയ്യും. സോ എംപ്ലോയർ ആപ്ലിക്കേഷൻ കൊടുക്കും. സോ അതിന്റെ റേറ്റ് $1,00,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. സോ ഈ H1B വിസയുടെ റേറ്റ് $1,00,000 ആയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. എന്താണ് $1,00,000 ആയി കഴിഞ്ഞാൽ? $1,00,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇന്ത്യൻ റുപ്പീസ് ആണ്? 88 ലക്ഷം രൂപ, ഏകദേശം 88 ലക്ഷം രൂപയാണ് എന്ത് വരുന്നത്? ഒരു വിസ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. സോ 88 ലക്ഷം രൂപ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു എംപ്ലോയർ ഇന്ത്യയിൽ നിന്നൊരു എംപ്ലോയിനെ ഹയർ ചെയ്യുമോ? അവരുടെ മാസ വരുമാനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 88 ലക്ഷം രൂപ പോലും ഇല്ല. നിങ്ങൾ ഒരു അമേരിക്കൻ ടെക് ജയന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളുടെ മാസ വരുമാനം മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 to 25 ലക്ഷം രൂപ അവര് മാസം ഏൺ ചെയ്യുന്നുണ്ടാവും. അതായത് നോർമൽ ഒരു മിഡിൽ എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഒരു ടോപ്പ് എംപ്ലോയി അല്ല, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എംപ്ലോയി അല്ല, ഒരു മിഡിൽ ലെവൽ എംപ്ലോയ്മെന്റ്, ഒരു ടെക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, സ്റ്റെം ടെക്നോളജിയിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരാളുടെ മാസ ശമ്പളം എത്രയുണ്ടാവും? 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ മാസ ശമ്പളം ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ അതിലും താഴെയായിരിക്കാം, എന്നാലും ഒരു 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ. സോ അവർ നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റെം ടെക്നോളജി അല്ലെങ്കിൽ സ്റ്റെം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 88 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ടുള്ള കാര്യമാണ്. ദെൻ ഇത് 3 വർഷ കാലാവധിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ 6 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ 6 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബാക്കി എല്ലാ ക്രൈറ്റീരിയാസും പൂർത്തിയാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യും. സോ ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു പെർമനന്റ് റെസിഡന്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ അവിടെ താമസിക്കാം, അവിടെ ഒരു പൗരനായിട്ട് മാറാം. പൗരനല്ല, ഗ്രീൻ കാർഡ് ഹോൾഡർ ആവാം, പെർമനന്റ് റെസിഡന്റ് ഹോൾഡർ ആവാം. ദെൻ ഇത്ര വർഷം ഗ്രീൻ കാർഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ സിറ്റിസൺ ആയിട്ട് മാറാനായിട്ട് പറ്റും. സോ അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. സോ ഈ 88 ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. സോ ഈ ഇത്രയും കൂട്ടിയിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി കമ്പനീസ് എന്ത് ചെയ്യില്ല, H1B വിസ ഓട്ടോമാറ്റിക്കലി ഇഷ്യൂ ചെയ്യില്ല. കാരണം എന്താണ്? ഒരു എംപ്ലോയിനെ US എത്തിക്കാനായിട്ട് 88 ലക്ഷം രൂപ വിസ മാത്രമായിട്ട് കൊടുക്കണം. 88 ലക്ഷം രൂപ വിസ മാത്രമായിട്ട് ഒരു കമ്പനി ഒരു എംപ്ലോയിനെ അവിടെ എത്തിക്കാനായിട്ട് കൊടുക്കണം. ദെൻ അതുകൂടാണ്ട് എന്തൊക്കെ ഉണ്ടാവും? അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യണം, താമസ സൗകര്യം അറേഞ്ച് ചെയ്യണം, ഫുഡ്, അക്കോമഡേഷൻ, എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്യണം. ഇതിനേക്കാളും നല്ലത് അവര് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്തോളൂ എന്നൊരു തീരുമാനത്തിലേക്ക് കമ്പനികൾ എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? സോ H1B വിസ റെഗുലേഷൻസ് ഇതാണ്. സോ ഇത് എങ്ങനെ ഇന്ത്യയെ ബാധിക്കും? അതായത് ഈ H1B വിസാസ് ഇഷ്യൂ ചെയ്യുന്നതിൽ 71% പേരും ഇന്ത്യക്കാരാണ്. കാരണം നമ്മളുടെ IIT നിന്നും ഐസറിൽ നിന്നും അല്ലെങ്കിൽ ഹൈ ടെക്നോളജി അല്ലെങ്കിൽ ഹൈടെക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പാസ്സാകുന്നവരാണ് ഈ H1B വിസയുടെ ഉപഭോക്താക്കളായിട്ട് മാറുന്നത്. ഒരു വർഷം ഏകദേശം 85,000 to 90,000 വിസകൾ മാത്രമേ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അതിൽ 71% എന്താണ്? ഇന്ത്യക്കാരാണ് ആ വിസ കിട്ടുന്നത്. ഓക്കെ, സോ ഇന്ത്യയുടെ എന്താണ് ഒരു ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു നോളജ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് ഈ H1B വിസയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരു H1B വിസ ഹോൾഡർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ H1B വിസ ഹോൾഡർ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാം. ദെൻ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയാൽ മതി. സോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട്. സോ ഈ H1B വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു വിസ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കി അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് നോക്കി, ഇതൊരു കുറച്ച് പഴയൊരു ചാർട്ടാണ്, 2023 ചാർട്ടാണ്. ദെൻ ഇതില് 2003 മുതൽ 2023 വരെ എന്ത് ചെയ്തു? 3,86,000 H1B വിസാസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതില് 2,70,79,000 ആർക്കാണ്? ഇന്ത്യക്കാർക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ദെൻ കുറച്ചു പേർക്ക് ചൈനക്കാർക്ക് വേണ്ടിയിട്ടും ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇന്ത്യയെയും ചൈനയെയും ഒന്ന് പ്രശ്നത്തിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനെ പ്രശ്നത്തിലാക്കുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അമേരിക്കക്കാർ കൂടുതൽ അമേരിക്ക കമ്പനികളിൽ വർക്ക് ചെയ്യട്ടെ, ഇന്ത്യക്കാരെ ഓൺ സൈറ്റിന് വേണ്ടിയിട്ട് വിളിക്കേണ്ട എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ അതാണ് ഇതിന്റെ ഒരു മേജർ പ്രോബ്ലം അല്ലെങ്കിൽ മേജർ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ H1B വിസാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് H1B വിസ, എങ്ങനെയാണത് ഇന്ത്യയെ ബാധിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു യുറേനിയം ആൻഡ് തോറിയം. അത് ക്രിറ്റിക്കൽ മിനറലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. ഞാൻ അതിന്റെ പിക്ചർ ആഡ് ചെയ്തില്ല. സോ ഞാൻ അതിന്റെ പിക്ചർ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. എന്താണ് നമ്മളുടെ മേഘാലയ റീജിയനുകളിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് യുറേനിയം റിസർവുകൾ കുറച്ചുണ്ട്. ഓക്കെ, സോ മേഘാലയ പെർട്ടിക്കുലർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഏരിയാസ് ആണ് അവിടെ ഉള്ളത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? എക്സ്കവേഷൻ ചെയ്യാൻ പോകുന്നു, മൈനിങ് നടത്താൻ പോകുന്നു. ഇതിന് ആരുടെ അനുമതി വേണം? അവിടെയുള്ള ജനങ്ങളുടെ അനുമതി വേണ്ടേ? അവിടെയുള്ള ജനങ്ങളുടെ അനുമതി വേണം. അതാണ് നോർമൽ ഉള്ള കിടപ്പുവശം. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങള് ഈ യുറേനിയം റിസർവുകൾ ഒന്ന് മൈൻ ചെയ്യാൻ പോവുകയാണ്, അതിന് സാധാരണ ആളുകളുടെ അനുമതി ഒന്നും വേണ്ട എന്നുള്ളൊരു വർത്താനം ആരുടെ ഭാഗത്തുനിന്ന് വന്നു? വർത്താനമല്ല, ഒരു ഓർഡർ ആരുടെ ഭാഗത്തുനിന്ന് വന്നു? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നു. നമ്മൾ ഈ ഓട്ടോണമസ് റീജിയൻസിനെ കുറിച്ച് പറഞ്ഞു, ബോഡോലാൻഡ് ടെറിറ്റോറിയൽ റീജിയൻ, അതുപോലെ മേഘാലയയിലും പല കൺട്രീസിലും എന്തുണ്ട്? ഈ ഓട്ടോണമസ് ടെറിറ്റോറിയൽ റീജിയൻസ് ഉണ്ട്. സോ അവരുടെ എല്ലാം എന്താണ് കൺസിഡറേഷനും അവരുടെ എല്ലാം എതിർപ്പിനെയും മറികടന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മൈനിങ്ങും ഈ എക്സ്കവേഷൻസും നടത്താനായിട്ട് പോകുന്നത്. സോ അതാണ് ഇന്നത്തെ ഒരു എഡിറ്റോറിയലില് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
സോ അതൊന്ന് നമുക്ക് നോക്കണം. സോ ഈ ഇന്ത്യയുടെ യുറേനിയം റിസർവിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സോ യുറേനിയം, തോറിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അറ്റോമിക് മിനറൽസ് കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ അറ്റോമിക് 3 സ്റ്റേജ് അറ്റോമിക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു യുറേനിയം 235 ഉണ്ട്, യുറേനിയം 238 ഉണ്ട്, ദെൻ തോറിയം ഉണ്ട്. എന്തുണ്ട്? തോറിയം ഉണ്ട്. ഇതില് യുറേനിയം 235ഉം യുറേനിയം 238ഉം ഇതിൽ ഏതാണ് ഫിസൈൽ മെറ്റീരിയൽ? ഫിസൈൽ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു സ്വയം കത്തുന്ന അല്ലെങ്കിൽ സ്വയം ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റീരിയൽ യുറേനിയം 235 ആണ്. യുറേനിയം 238 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടൈൽ മെറ്റീരിയൽ ആണ്. അത് ആസച്ച് എന്താവില്ല? ആസച്ച് നമ്മളുടെ ന്യൂക്ലിയർ റിയാക്ഷനിൽ വർക്ക് ചെയ്യില്ല. ദെൻ അത് എന്തായിട്ട് മാറണം? പ്ലൂട്ടോണിയം 239 ആയിട്ട് മാറും. അപ്പൊ യുറേനിയം 239നെ കെമിക്കൽ റിയാക്ഷൻസ് സംഭവിച്ചിട്ട് പ്ലൂട്ടോണിയം 239 ആക്കി മാറ്റണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? നമ്മൾ അതൊരു എനർജി സോഴ്സ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് തോറിയത്തിന്റെ കാര്യവും. തോറിയം ഇന്ത്യയിൽ ലാർജസ്റ്റ് റിസർവ് ഉള്ള ഒരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് റിസർവ് ഉള്ള ഒരു പ്രദേശമാണ് ഇന്ത്യ. പെർട്ടിക്കുലർലി കേരള, ആന്ധ്രാപ്രദേശ്, കർണാടക റീജിയൻ, ബേ ഓഫ് ബംഗാളിന്റെ ആന്ധ്രാപ്രദേശ് തുടങ്ങി താഴേക്ക് വരുന്ന സ്ഥലങ്ങളെല്ലാം ഈ തോറിയം റിസർവിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് ഈ യുറേനിയം റിസർവ് ഇന്ത്യയിൽ എവിടെയാണെന്ന് നോക്കാം. ഗ്ലോബലിൽ യുറേനിയം റിസർവ് എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അന്ന് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ യുറേനിയം റിസർവ് കുറവാണ്. അറൌണ്ട് 0.2% ടു 1% ഒക്കെ മാത്രമേ എന്തുള്ളൂ ഇന്ത്യയിലെ യുറേനിയം റിസർവ് ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണല്ലോ നമ്മൾ 3 സ്റ്റേജ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചെടുത്തിട്ട് അങ്ങോട്ട് എനർജി ക്രിയേറ്റ് ചെയ്യില്ല. സോ ഇന്ത്യയിലെ ന്യൂക്ലിയർ എനർജി കുറവാണ് എന്നുള്ള നമ്മളുടെ പ്രയർ ഇൻഫോർമേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ യുറേനിയം ഡെപ്പോസിറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കുക. യുറേനിയം ഒക്യുറൻസസ് ഇൻ ഇന്ത്യ പ്രധാനമായിട്ടും ജാർഖണ്ഡ് റീജിയൻ, ആന്ധ്രാപ്രദേശ് റീജിയൻ, ദെൻ വേറെ എവിടെയാണ്? രാജസ്ഥാൻ റീജിയൻ. ഇവിടെ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ജാർഖണ്ഡ് റീജിയൻ, ആന്ധ്രാപ്രദേശ് റീജിയൻ, രാജസ്ഥാൻ റീജിയൻ, ദെൻ മേഘാലയ. എവിടെയാണ് മേഘാലയ എന്ന് പറയുമ്പോൾ? ഖാസി. അവിടെ 3 എന്തുണ്ട്? മലനിരകൾ ഉണ്ടല്ലോ. ആ മലനിരകളുടെ ഇടയിലൊക്കെ ആയിട്ടാണ് നമ്മളുടെ മേജർ യുറേനിയം ഡെപ്പോസിറ്റുകൾ ഉള്ളത്. ഓക്കെ, സോ ഇത് എക്സ്കവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ പൊട്ടൻഷ്യൽ യുറേനിയം റിസർവ് എവിടെയാണ്? ജാർഖണ്ഡിൽ പ്രധാനമായിട്ടുണ്ട്. ദെൻ നമ്മുടെ മാപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ ആന്ധ്രാപ്രദേശിലുണ്ട്, മേഘാലയയിലുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് സ്ഥലങ്ങളിലായിട്ട് എന്തുണ്ട്? നമ്മളുടെ യുറേനിയം റിസർവ് ഇന്ത്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ദെൻ ആന്ധ്രാപ്രദേശ് റീജിയൻ, മേഘാലയ റീജിയൻ, ഇത്രയും സ്ഥലങ്ങൾ മാത്രമാണ് എന്തുള്ളത്? യുറേനിയം റിസർവ് ഉള്ളത്. വേൾഡ് യുറേനിയത്തിന്റെ 2% മാത്രമേ ഇന്ത്യയിൽ ഉള്ളൂ. ഓക്കെ, വേൾഡ് യുറേനിയത്തിന്റെ 2% മാത്രമേ ഇന്ത്യയിലുള്ളൂ. എന്നാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്, മോണോസൈറ്റ് സാൻഡ്സ്. ഓക്കെ, മോണോസൈറ്റ് സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോറിയവും യുറേനിയവും അടങ്ങുന്ന, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ എനർജീസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സാൻഡ്സിനെയാണ് മോണോസൈറ്റ് സാൻഡ്സ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ കേരള തീരത്തിലും ദെൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഓക്കെ, തോറിയ മനസ്സിലായി എവിടേക്കാണ് ലൊക്കേഷൻ? ആന്ധ്രാപ്രദേശ് ഉണ്ട്, ദെൻ രാജസ്ഥാൻ ഉണ്ട്, ദെൻ മേഘാലയ ഉണ്ട്, ഓഫ്കോഴ്സ് ജാർഖണ്ഡ് ഉണ്ട്. ഓക്കെ, ആ റീജിയൻ ഇതാണ്, അല്ലെങ്കിൽ ജാർഖണ്ഡ് ബെൽറ്റ് ആണ്. അല്ലെങ്കിൽ ജാർഖണ്ഡ് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ മാത്രമല്ല, ആ ഒരു ജാർഖണ്ഡ് ബെൽറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. ഓക്കെ, ദെൻ ഗ്ലോബൽ. ഇനി നമ്മൾ ഗ്ലോബൽ പൊസിഷനിലേക്ക് പോവുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ യുറേനിയം റിസർവ് ഉള്ള കൺട്രി ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുറേനിയം റിസർവ് ഉള്ള കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുറേനിയം റിസർവ് ഉള്ള കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഓസ്ട്രേലിയയാണ്. ഈ മാപ്പ് നോക്കി, ഓസ്ട്രേലിയ, കസാഖിസ്ഥാൻ, റഷ്യ, കാനഡ. സോ ഈ കൺട്രീസ് ആണ്. പ്രൊമിനന്റ്ലി ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ റിസർവ്സ് ഉള്ളത്. ദെൻ കസാഖിസ്ഥാൻ ഉണ്ട്. കസാഖിസ്ഥാൻ എവിടെയാണ്? നമ്മളുടെ മിഡിൽ ഏഷ്യയിലാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ വരുന്ന ഒരു കൺട്രിയാണ് കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ കസാഖിസ്ഥാനിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, റഷ്യയിലുണ്ട്, കാനഡയിലുണ്ട്. ഓക്കെ, സോ ഇതില് വേൾഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസാഖിസ്ഥാൻ ആണ്. ഏതാണ്? കസാഖിസ്ഥാൻ. സോ
ഇന്ത്യ റഷ്യയുടെയും കസാഖിസ്ഥാന്റെയും കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തോറിയം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ്? തോറിയം അല്ല, യുറേനിയം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യ റഷ്യയുടെയും കസാഖിസ്ഥാന്റെയും കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യുറേനിയം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷനുകളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ, ഓസ്ട്രേലിയ ലാർജസ്റ്റ് റിസർവ് ഉള്ളതാണ്. അതായത് കസാഖിസ്ഥാന്റെ ഏകദേശം ഇരട്ടിയോളം എന്തുണ്ട്, ഇരട്ടിയിൽ കൂടുതൽ റിസർവ് ഓസ്ട്രേലിയയിലുണ്ട്. പക്ഷെ ഓസ്ട്രേലിയ മൈൻ ചെയ്ത് എടുക്കുന്നില്ല. ഓക്കെ, സോ ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷനിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഈ യുറേനിയം റിസർവുകളെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പെട്ടെന്ന് എത്താവുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കപ്പൽ നേരെ ഓടിക്കുന്നു, സ്ട്രേറ്റ് ഓഫ് മലാക്ക വഴി ഇങ്ങോട്ടേക്ക് കയറി ഇങ്ങോട്ട് പോരുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, സോ ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്, ഈ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു പാർട്ട് ഈ യുറേനിയം റിസർവുകളാണ്. ഓക്കെ, ദെൻ വേറെ എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്? യുറേനിയം പറഞ്ഞു, ലോകത്തിലെ യുറേനിയം റിസർവുകൾ പറഞ്ഞു, ഓസ്ട്രേലിയനെ കുറിച്ച് പറഞ്ഞു. ദെൻ തോറിയം. തോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതലുള്ളത് രണ്ട് കൺട്രീസിലാണ്. ഒന്ന് ഓസ്ട്രേലിയ, രണ്ട് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ തന്നെ എവിടെയാണ്? കേരള തീരങ്ങളിലാണ്. കേരള തീരത്തെ കരിമണൽ കറക്ക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വാർത്തയൊക്കെ വന്ന് ഓർക്കുന്നുണ്ട്. കരിമണൽ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ലോജിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാർത്തകൾ എന്താണ് നമ്മളുടെ കേരള മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ കരിമണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്? മോണോസൈറ്റ്. ഓക്കെ, മോണോസൈറ്റിൽ എന്താണ്? തോറിയമാണ് കൂടുതലായിട്ടുള്ളത്. തോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറിയം 232. അതൊരു ഫിസൈൽ മെറ്റീരിയൽ ആണോ, ഫെർട്ടൈൽ മെറ്റീരിയൽ ആണോ? ഫിസൈൽ മെറ്റീരിയൽ. ഫെർട്ടൈൽ മെറ്റീരിയൽ അല്ല. ഫിസൈൽ മെറ്റീരിയൽ അല്ല, അതൊരു ഫെർട്ടൈൽ മെറ്റീരിയൽ ആണ്. പക്ഷേ അബുണ്ടൻസ് ആയിട്ട് നമുക്കുണ്ട്. അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 233യിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? കത്തിക്കോളും. സോ നമ്മൾ തേർഡ് സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ തേർഡ് സ്റ്റേജിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യമാണ് ഈ തോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ യുറേനിയം മനസ്സിലായല്ലോ, തോറിയം മനസ്സിലായല്ലോ, രണ്ട് കാര്യവും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. എവിടെയാണ് യുറേനിയം റിസർവ് ഏറ്റവും കൂടുതലുള്ളത്? ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ റിലേഷനുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന കാര്യം ഈ തോറിയം റിസർവിന്റെ ഒരു പ്രൊമിനൻസ് ആണ്. ദെൻ we move to the third article. Third article is related to supercomputers. സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ ന്യൂസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഞാൻ ഇന്ന് കണ്ടത്. വളരെ രസകരമായിട്ട് നല്ല ഒരു ന്യൂസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിനർ എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഏറ്റവും ചെറിയ ലാംഗ്വേജിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ന്യൂസ് ആണ്. സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്താണ്? നമ്മളുടെ വീട്ടിലും കമ്പ്യൂട്ടർ ഉണ്ട്. IIT-യിലും സീഡാക്ക് പൂനെയിലും കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളുടെ കമ്പ്യൂട്ടേഴ്സും പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും സൂപ്പർ കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്? അതാണ് ഇവിടെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ടാസ്കുകൾ ചെയ്യാനായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ ഇതെന്താണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സുമായ വ്യത്യാസം? അതായത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരു പ്രൊസസർ ഉണ്ട്. ഈ പ്രൊസസർ തന്നെയാണ് എല്ലാ ടാസ്കുകളും ചെയ്യുന്നത്. നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ ബ്രൗസറിലേക്ക് കയറുന്നു. ദെൻ വേറെ എന്തൊക്കെ ചെയ്യാറുണ്ട്? നിങ്ങൾ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ ടാസ്കുകളും ആരാണ് ചെയ്യുന്നത്? ഒറ്റ പ്രൊസസറാണ് ചെയ്യുന്നത്. CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒറ്റ പ്രൊസസറാണ്, അല്ലെങ്കിൽ ഒറ്റ പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളൊരു സിനിമ കാണുന്നു, ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. എന്നാൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈലി സ്പെസിഫൈഡ് ആയിട്ട്, ഡാറ്റ ഓറിയന്റഡ് ആയിട്ട്, ജൈജാന്റിക് ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന കോംപ്ലക്സ് ടാസ്കുകളുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോ ഇതിന് എന്ത് പറ്റില്ല? ഒറ്റ പ്രോസസിംഗ് മാത്രം പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറന്റ് പ്രോസസിംഗ് യൂണിറ്റുകളെ, അതായത് സാധാരണ കമ്പ്യൂട്ടറിൽ ഒറ്റ CPU ഉണ്ടാവുള്ളൂ, ഇതിന് സെപ്പറേറ്റ് പല CPUs ഉണ്ടാകും ഓരോ ടാസ്കുകൾ ചെയ്യാനായിട്ട്. സോ മാത്തമാറ്റിക് കാൽക്കുലേഷൻ, ഹൈ എൻഡ് മാത്തമാറ്റിക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഇന്ന CPU, വേറെ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് വേറെ CPUs, അങ്ങനെ ഡിഫറന്റ് CPUs-ന്റെ ഒരു കൂടിച്ചേരലാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് പ്രോസസിംഗ് യൂണിറ്റ്സിന്റെ ഒരു കൂടിച്ചേരലാണ് ഈ CPU എന്ന് പറഞ്ഞാൽ. സോ സിമ്പിൾ, നമ്മുടെ ലേമാൻ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ്, നമ്മൾ ഒറ്റ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്ന ഒരു വലിയ, അതായത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ആക്റ്റീവ് സെൻസിൽ കണക്ട് ചെയ്യുകയല്ല, പകരം ഒരുപാട് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്തിനാ വിളിക്കുന്നത്? സോ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈ എൻഡ് ഡാറ്റാസ് അല്ലെങ്കിൽ ജൈജാന്റിക് ഡാറ്റാസ് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്താണ്? ഒരുപാട് ഇലക്ട്രിസിറ്റി, ഒരുപാട് എനർജി, ഒരുപാട് ഹീറ്റ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മളുടെ നോർമൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു 65 വാട്ടിന്റെ ഒരു ചാർജർ ഉണ്ടായിരിക്കണം. 65 വാട്ട് കൂട്ടി കഴിയുമ്പോൾ 65 വാട്ട് പവർ നമ്മളുടെ കമ്പ്യൂട്ടർ വലിച്ചെടുക്കുകയും ദെൻ ഓരോ പ്രാവശ്യവും നമ്മളിതിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഹൈ എൻഡ് കമ്പ്യൂട്ടേഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആകുമ്പോൾ എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ട് വരും. ഇല്ലേ? ഒരുപാട് ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ട് വരും. എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഒരു ചെറിയ അർബൻ ഏരിയ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണം. ഇല്ലേ? ഒരു അർബൻ ഏരിയ, ഒരു ചെറിയ അർബൻ ഏരിയ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജി ആർക്ക് വേണം? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണം. ദെൻ ഇത് ഹീറ്റ് ആവില്ലേ? ഓഫ് കോഴ്സ് ഹീറ്റ് ആവും. നമ്മുടെ ലാപ്ടോപ്പ് ഹീറ്റ് ആവാറില്ലേ കൂടുതൽ പ്രവർത്തിച്ച് കഴിയുമ്പോൾ? അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് ഹീറ്റ് ആവും. നിങ്ങൾ പഴയ പെട്ടി കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്ന നമ്മുടെ പേഴ്സണൽ പി സി എന്ന് പറയുന്ന പഴയ ഒരു പെട്ടി കമ്പ്യൂട്ടർ ആയിരുന്നു. പെട്ടി ഷേപ്പിലുള്ള LCD അല്ല, നമ്മുടെ നോർമൽ മോണിറ്റർ ഒക്കെ വരുന്ന ഒരു പെട്ടി കമ്പ്യൂട്ടർ. ഇതിന്റെ ഒരു CPU-ന്റെ ഉള്ളിൽ ഒരു ഫാൻ ഉണ്ടാവും. നിങ്ങൾ പഴയ നൊസ്റ്റാൾജിയൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ സ്കൂളുകളിലൊക്കെ ഈ IT ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ ഈ പെട്ടി കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു ഫാൻ ഉണ്ടാവും. കുറച്ചു നേരം പ്രവർത്തിച്ച് കഴിയുമ്പോഴേക്കും ഈ ഫാൻ അങ്ങോട്ട് ഓൺ ആകും. സോ ഫാന് നമ്മളുടെ തലയുടെ മുകളിലുള്ള നമ്മളുടെ കറങ്ങുന്ന സീലിംഗ് ഫാനിനേക്കാളും വലിയ ശബ്ദത്തിലൊക്കെ ആയിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്, പഴയ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ. അതുപോലെ ഇതിന്റെ ഉള്ളിലും, നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലും എന്തുണ്ട്? ഈ ഒരു കൂളിംഗ് മെക്കാനിസം വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇതിന്റെ ഇന്റേണൽ സാധനങ്ങളെല്ലാം അടിച്ചു പോകും. കാരണം ഇത്രയും ജൈജാന്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ഇതിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൂളിംഗ് മെക്കാനിസംസും ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഓക്കെ, സോ എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എങ്ങനെയാ പോകുന്നത്? ഇതിന്റെ പ്രോസസർ എന്താണ്, ദെൻ ഇതിന്റെ ലാംഗ്വേജ് എന്താണ്? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോവാണ്. സോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചു നിർത്തിയത്? അതായത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു. ദെൻ അതിന്റെ വ്യത്യാസം എന്താണ്, നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറുമായിട്ട് വ്യത്യാസം എന്താണ്? സോ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ CPUs, അതായത് നമ്മളുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന നമ്മളുടെ ലാപ്ടോപ്പുകളിലും നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഉള്ള സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അതായത് ഒരുപാട് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആയി. ഓക്കെ, സോ ഈ ഒരുപാട് സൂപ്പർ പ്രോസസിംഗ് അല്ലെങ്കിൽ നമ്മളുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെയാണ് MPI എന്ന് പറയുന്നത്. എന്താണ്? സ്പെഷ്യലൈസ്ഡ് ലാംഗ്വേജസ്. അതായത് നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിന്റെ ലാംഗ്വേജസ് എന്താണ്? നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിന്റെ ലാംഗ്വേജ് എന്താണ്? C++, ജാവ, ദെൻ C, അങ്ങനെ ഒരുപാട് പൈത്തൺ, അങ്ങനെ ഒരുപാട് എന്തുണ്ട്? ലാംഗ്വേജുകൾ ഉണ്ട്. അതുപോലെ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്താണ്? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇതുപോലെ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാകുന്ന ലാംഗ്വേജിനെയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മളുടെ സ്പെഷ്യലൈസ്ഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സിന് ബൈനറി ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ. അതായത് കമ്പ്യൂട്ടേഴ്സിന്റെ സ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 0101, അതായത് നിങ്ങളിപ്പോ 2+2 എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്തു, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് 2+2, പക്ഷേ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാകില്ല. സോ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ ഈ C++, ജാവ ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒരു 2+2 എന്ന് പറയുന്ന സാധനം കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ കമ്പ്യൂട്ടർ ലാംഗ്വേജ് നോർമലി ബൈനറി ലാംഗ്വേജ് ആണ്, അതായത് 0101 അങ്ങനെ
പൂജ്യവും ഒന്നും ഉൾപ്പെടെയുള്ള കോഡുകളാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ ഉണ്ടാവുക. അതായത് 2+2 എന്നടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലാംഗ്വേജുകളുടെ സഹായത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യും, ഇതിനെ ലാംഗ്വേജുകളുടെ സഹായത്തോടു കൂടിയിട്ട് ഈ 2+2 എന്നടിച്ചിരിക്കുന്ന നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ഫോർമുലയിലെ 0101 എന്ന് പറയുന്ന ഒരു കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് എന്താ വിളിക്കുന്നത് നമ്മൾ? C++, ജാവ. സോ ഇങ്ങനെ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ലാംഗ്വേജുകളെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. സോ ഓരോ പ്രോഗ്രാമുകളുടെയും കോഡുകൾ ഇങ്ങനെ 0101 ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. സോ അതുപോലെ നമ്മളുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ മേജർ ഇതെന്താ, ഫംഗ്ഷൻ എന്താ? CPUസിനെ എല്ലാം, അതായത് ഒരുപാട് CPUs ഉണ്ട്, ഈ CPUസിനെ എല്ലാം കണക്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പ്രോഗ്രാം ലാംഗ്വേജ് ഇപ്പൊ C++ യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മളുടെ പഴയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് C++ യൂസ് ചെയ്യുന്നുണ്ടാകാം, ജാവ യൂസ് ചെയ്യുന്നുണ്ടാവും. ജാവ പെർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. C++ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ IBMന്റെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. എന്താണ്? ഫോർട്രാൻ, FORTRAN, ഫോർട്രാൻ. ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, ഇപ്പൊ മനസ്സിൽ നിന്ന് ഓർത്താണ്. സോ ഫോർട്രാൻ എന്ന് പറയുന്ന IBMന്റെ എന്തുണ്ട്, നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ലാംഗ്വേജ് ഉണ്ട്. അതുപോലെ ഇതിന്റെ പ്രവർത്തനം, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ മെസ്സേജ് പ്രോസസിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എന്തുണ്ട്, ലാംഗ്വേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലാംഗ്വേജുകളെ കുറിച്ച് പഠിച്ചു. ഇനി പ്രോസസിംഗ് സ്പീഡ്, അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കഴിയുമ്പോൾ നമ്മളൊരു HP-യുടെ ഒരു ലാപ്ടോപ്പ് വാങ്ങി, i3 പ്രോസസ്സറാണ് നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? C++, ജാവയോ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിൻഡോസ് എന്ന് പഠിച്ചു. സോ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് നിർണ്ണയിക്കുന്ന കാര്യം എന്താണ്? ഫ്ലോപ്സ്. എന്താണ്? ഫ്ലോപ്സ്. സോ ഈ ഫ്ലോപ്സ് ആണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു എഫിഷ്യൻസിയെ നിർണ്ണയിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങാൻ പോകുമ്പോൾ എന്ത് ചോദിക്കും? എത്ര GB റാം ഉണ്ട്, എത്ര GB റോം ഉണ്ട്, ഏത് പ്രോസസ്സർ ആണെന്ന് നമുക്ക് ചോദിക്കും. സോ ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ സീഡാക്ട് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വാങ്ങാൻ പോകുമ്പോൾ എത്ര ഫ്ലോപ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡ് എത്രയാണ്, ആ സ്പീഡ് എങ്ങനെയാണ്? ഫ്ലോപ്സിലാണ് വർക്ക് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്ലോപ്സ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ നമ്മൾ പുതുതായിട്ടുള്ള ടേംസ് എന്തൊക്കെ പഠിച്ചു? ഫ്ലോപ്സ് പഠിച്ചു, MPI പഠിച്ചു. ദെൻ വേറെ ഏതാണ്? ഫോർട്രാൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ഓക്കെ, സോ ഇങ്ങനെയുള്ള പുതിയ വേർഡ്സ് പഠിച്ചു. സോ ഫ്ലോപ്സ് ഈസ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷനുകൾ കൊടുക്കാം. ന്യൂ ആന്റിവൈറസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അമേരിക്കൻ ഗവൺമെന്റ്, അല്ലെങ്കിൽ ന്യൂ റാൻസം വെയർ, അല്ലെങ്കിൽ ന്യൂ സൈബർ അറ്റാക്ക് ഹാപ്പൻഡ് ഇൻ ചൈന. ദെൻ എന്താണ്? എഫിഷ്യൻസി ഇൻ നമ്മളുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ ഇതിൽ ഏത് കൊടുക്കാം? സോ ഫ്ലോപ്സ്. അങ്ങനെയുള്ള പേരുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, മനസ്സിലൊന്ന് എവിടെയെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഫ്ലോപ്സ്, ഫോർട്രാൻ ഒക്കെ ഞാൻ UPSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിച്ചിരുന്ന കാര്യമാണ്. ഫോർട്രാൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഫോർട്രാൻ ആ പേര് കണക്ട് ചെയ്യുന്നത് എന്താണ്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നു, അതിന്റെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ഇതാണ് പ്രധാനമായിട്ടും നമ്മളുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ പറയാനായിട്ടുള്ള സയന്റിഫിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ദെൻ ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ മേജർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് പറയാനായിട്ടുള്ളത്. CDAC എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, CDAC. സോ CDAC 1988 ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. CDAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ 1988 ഫോം ചെയ്യുന്നത്. സോ അവർക്ക് ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, പലപ്പോഴും അക്ഷരമുറ്റം ന്യൂസിൽ പോയിട്ടുള്ളവരെ നേരിട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരം കമ്പ്യൂട്ടേഴ്സ് ആണ്. പരം സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെയുണ്ട്. ഓക്കെ, പക്ഷേ ഇന്ത്യയിലെ നിലവിലുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ കറന്റ് വർക്ക് ചെയ്യുന്ന ഏറ്റവും സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത് എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. സോ എവിടെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? CDACന്റെ പൂനെയിലാണ് ഈ ഐരാവത് എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? CDACന് ഒരുപാട് ഏരിയയിൽ സെന്റേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ IIT-യിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ IIT ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ കാണാം. വേറെ IITs, ഐസർ, നമ്മളുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട
റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പ്ലേസ് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ഗെയിം കളിക്കാനായിട്ടല്ല, അല്ലെങ്കിൽ PPTs പ്രിപ്പയർ ചെയ്യാനായിട്ടല്ല ഇത്. എന്തിനാണ്? ഹൈ റിസർച്ച് വർക്കുകൾ ഓറിയന്റേഷൻ ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ഹൈ റിസർച്ച് വർക്ക് കാരി ഫോർവേഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏരിയസിലായിരിക്കും, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലായിരിക്കും സിഡാക്കിന്റെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഇപ്പൊ പരം കമ്പ്യൂട്ടേഴ്സ് പല സ്ഥലങ്ങളിലും, സിഡാക് പൂനെയിൽ തന്നെയുണ്ട്, ദെൻ ബാക്കിയുള്ള സിഡാക്കിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എന്തുണ്ട്, ഈ പരം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ദെൻ ഐരാവതാണ് കറന്റ് ഇന്ത്യയിലുള്ള ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സോ ഐരാവതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കറന്റ് വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. അതെവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്? നമ്മളുടെ സിഡാക് പൂനെയിലാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? സോ സിഡാക്കിനെ കുറിച്ച് പറഞ്ഞു. എന്നാണ് ക്രിയേറ്റ് ചെയ്തത്? 1988 അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യക്ക് ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് പോളിസി ഉണ്ട്. 2015 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടിംഗ് പോളിസി ഉണ്ട്. നമ്മളുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് നമ്മൾ ഇന്ത്യ വിട്ടിരിക്കുന്ന സാറ്റലൈറ്റുകളിൽ നിന്നിട്ട് വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് വരികയാണ്. ഒരുപാട് ഡാറ്റാസ് വരുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻഫോർമേഷൻ എടുക്കണമെങ്കിൽ, അതായത് ഇന്ത്യയിലെ പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ സാറ്റലൈറ്റുകൾ ഇന്ത്യയിലേക്ക് അയച്ചു. സാറ്റലൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇൻഫോർമേഷൻ റിസീവ് സെന്റേഴ്സിലേക്ക് അയച്ചു. ഇത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലാപ്ടോപ്പിൽ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് യൂസ് ചെയ്യും. സോ ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യയുടെ ഡിസിഷൻ മേക്കുകളിൽ, ഡിസാസ്റ്റർ മാനേജ്മെന്റുകളിൽ, ദെൻ സയൻസ് റിസർച്ചുകളിൽ എല്ലാത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ഇതിന് സ്കോപ്പ് ഉള്ള ഒരു ഏരിയ. ഓക്കെ, സോ ഹൈ ഡാറ്റാസ് വരുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. സോ അങ്ങനെയുള്ള വേദികൾ, ഇപ്പോൾ ബെറ്റർ ക്ലൈമറ്റ്, ഹിമാലയൻ സ്റ്റഡീസ്, ഓഷ്യൻ മോഡലുകൾ, ഡ്രഗ് ഡിസ്കവറി, AI റിസർച്ച്, ഡിഫൻസ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പെർട്ടിക്കുലർലി നമുക്ക് ഒരു പേഴ്സണൽ സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണ്? നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പെട്ടെന്നൊരു ചുഴലി വരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ചുഴലീസിന്റെ പാറ്റേൺ, സൈക്ലോൺസിന്റെ പാറ്റേൺ, എന്ന് സൈക്ലോൺ സംഭവിക്കും. സോ ഈ ഡാറ്റകളെല്ലാം വേഗത്തിൽ പ്രോസസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഫോർമേഷൻസും ഇൻഫോംഡ് ഡിസിഷൻസ് ഗവൺമെന്റിനും പൊളിറ്റീഷ്യൻസിനും നമ്മുടെ ബ്യൂറോക്രാറ്റുകൾക്കും എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. സോ നമ്മൾ എന്തിനാ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്? ഈ ഇൻഫോർമേഷൻസുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ പോളിസി ബിൽഡ് ചെയ്യേണ്ടത് ആരാണ്? ബ്യൂറോക്രാറ്റുകളാണ്. IAS, IPS, IFS ഓഫീസേഴ്സ് ആണ്. സോ ഇവര് ഈ ഡാറ്റകൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയണ്ടേ? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്താണെന്നുള്ള ബേസിക്കുകൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുമോ? ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുമായിരിക്കും, പക്ഷെ ഒരു നല്ല ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും, എന്തിനാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ നമ്മൾ UPSC സിലബസിലുള്ളവർ പഠിക്കുന്നത്? സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മഴ പെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എങ്ങനെയാണ് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുക? ഓക്കെ, സൈക്ലോൺ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പഠിക്കാത്ത ഒരാള് സൈക്ലോൺ വന്നു കഴിയുമ്പോൾ എവിടെയൊക്കെ അഫക്ട് ചെയ്യും, അവിടെ എന്തൊക്കെ ഒരു നിങ്ങളൊരു ജില്ലാ കളക്ടർ ആയിട്ടിരിക്കുകയാണ്, അവിടെ സൈക്ലോൺ എങ്ങനെ അഫക്ട് ചെയ്യും, എത്ര പേരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം, ഇതെല്ലാം സയന്റിഫിക് നോളജോട് കൂടിയിട്ട് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുമോ? സോ അതിന് വേണ്ടിയിട്ടൊക്കെയാണ്, അതിനൊക്കെ ഉള്ള ഒരു പ്രീ ഗൈഡൻസ് ആണ് നമുക്ക് ഇപ്പോ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സിലബസും നമ്മളുടെ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയും ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അതെല്ലാം ഒരു അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ സൂപ്പർ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കുക. നോർമൽ കമ്പ്യൂട്ടറായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫ്ലോപ്സ് എന്താണ്, MPI എന്താണ്, ദെൻ ഫോർട്ട് ട്രാൻ, അതായത് നോർമൽ കമ്പ്യൂട്ടറിൽ C++, അതായത് ബൈനറി ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ ലാംഗ്വേജ് അവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. അത് IBM കണ്ടുപിടിച്ചൊരു പേരാണ് എന്ത്? ഫ്ലോട്ട് ട്രാൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഓക്കെ, ദെൻ ഇന്നത്തെ 2 ഓപ്പൺ എഡിറ്റോറിയലും എനിക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിട്ട് തോന്നിയില്ല. ഒന്ന് മോദി സ്തുതിയാണ്. ഓക്കെ, മോദിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ശിവരാജ് സിംഗ് ചൗഹാൻ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ് ടു അസ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിലേറ്റഡ് ടു ഒരു ജേർണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, അതായത് ഒരു റിപ്പോർട്ടിംഗ് മാത്രമായിട്ടാണ് എനിക്ക് ഈ ഒരു ആർട്ടിക്കിളും തോന്നിയത്. ഓക്കെ, ശ്രീലങ്കയിലുള്ള പ്രശ്നം, അതായത് ശ്രീലങ്കയിൽ നമ്മളുടെ റനിൽ വിക്രമസിംഗയെ അറസ്റ്റ് ചെയ്തിരിക്കുകയായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തോ
പബ്ലിക് പണം എടുത്തു, അതായത് ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഇദ്ദേഹം യാത്ര ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അറസ്റ്റ് നടപടികൾ നമ്മളുടെ വിക്രമസിംഗെ, നമ്മളുടെ മുൻ പ്രസിഡന്റിനെ നേരിടേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് മാത്രമാണ് ഈ ഒരു ന്യൂസ് ഉണ്ടായിരുന്നത്. കുറച്ചും കൂടി എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് തോന്നിയത് ബ്രേക്കിംഗ് ദ അക്കാഡമിക് പേ ബാൺ എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. ഇത് പെർട്ടിക്കുലർലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റിസർച്ച് ചെയ്യുന്നുണ്ട്, PhD സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ വരുമാനം എത്രയാണ്? അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും PhD ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു ജൂനിയർ റിസർച്ച് ഫെലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ് അവർക്ക് സാലറി കിട്ടുക? ഒരു 25,000 to 30,000 അല്ലെങ്കിൽ 35,000 രൂപയാണ് നോർമലി ഒരു ആവറേജ് സാലറി ഒരു റിസർച്ച് ഫെലോയ്ക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഇവര് ഈ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. 5 വർഷമെങ്കിലും ഒരു PhD ഹോൾഡർ PhD പഠിക്കാനായിട്ട് എടുക്കും. ഒരുപാട് ഡാറ്റാസ് ഇവർക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്യണം, ഒരുപാട് റിസോഴ്സസുകൾ റെഫർ ചെയ്യണം. അതെല്ലാം എന്ത് ചെയ്യണം? അതെല്ലാം അനലൈസ് ചെയ്യണം. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് അനലൈസ് ചെയ്യാൻ കൊടുക്കാമായിരുന്നു. പക്ഷേ അത് നടക്കില്ല. ഇവരുടെ ഓൺ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇത് റിസർച്ച് ചെയ്യണം, അനാലിസിസ് ചെയ്യണം, തീസിസുകൾ പ്രിപ്പയർ ചെയ്യണം. തീസിസുകൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരുടെ നമ്മളുടെ ഗൈഡിന്റെ വായിലിരിക്കുന്നത് കേൾക്കണം. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ PhD പ്രിപ്പയർ ചെയ്യുന്നവർ നേരിടുന്നുണ്ട്. ഓക്കെ, സോ അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ റിസോഴ്സസുകളുടെ അവൈലബിലിറ്റി. റിസോഴ്സസുകളുടെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ റിസോഴ്സസുകൾ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിഷേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഓൺലൈൻ റിസോഴ്സസുകൾ, അത് ഫ്രീ ആയിട്ട് ഈ റിസർച്ചേഴ്സിന് അവൈലബിൾ ചെയ്യാനായിട്ട് പറ്റുമോ? നോർമലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. ഓപ്പൺ സോഴ്സിൽ ഈ റിസർച്ചുകൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ, റിസർച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ പലതും അവൈലബിൾ അല്ല. ഇവര് ഇതിന് പണം കൊടുക്കേണ്ടി വരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് റിസർച്ച് ചെയ്യാണ്, ഇന്ത്യൻ ജോഗ്രഫിയിൽ അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യാണ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, റിസർച്ച് ചെയ്യാനായിട്ടുള്ള റിസർച്ച് ഡാറ്റ പലരും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. ഇതെല്ലാം ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആയിരിക്കുമോ? ഇല്ല. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാണ്ട് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് തപ്പി കഴിയുമ്പോൾ ഈ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയാണ് ഓപ്പൺ സോഴ്സ്. ആർക്കും അത് റീപ്രൊഡ്യൂസ് ചെയ്യാം, ആർക്കും അതിൽ നിന്ന് ഇൻഫ്ലുവൻസസുകൾ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനെയാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഓപ്പൺ സോഴ്സിൽ അവൈലബിൾ അല്ല. പകരം എന്ത് ചെയ്യണം? നമ്മൾ പൈസ കൊടുക്കണം. സോ ഒരു റിസർച്ച് ഫെലോയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഒരു റിസർച്ച് ഡാറ്റ കിട്ടണമെങ്കിൽ എന്താണ്? പൈസ കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. സോ നമ്മൾ ഇതിനെ പ്രൊട്ടക്ഷനിസം എന്നോ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഓപ്പൺ റിസർച്ച് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ഈ എന്താണ് ഓപ്പൺ സോഴ്സിൽ ഡാറ്റ അവൈലബിൾ ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ ഒരു ഡാറ്റ അവൈലബിലിറ്റി ഇവിടെ നടക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. സോ അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല UPSC പെർസ്പെക്റ്റീവിൽ, പക്ഷേ റിസർച്ച് പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ UPSC പെർസ്പെക്റ്റീവിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് മെയിൻസ് ആൻസർ റൈറ്റിംഗിലൊക്കെ എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഓപ്പൺ ഡാറ്റാസ് നമ്മൾ കൊടുക്കുന്നില്ല, ഓപ്പൺ റിസർച്ച് ഡാറ്റാസ് അവൈലബിൾ ആക്കുന്നില്ല. അത് അവൈലബിൾ ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ നമ്മൾ റിസർച്ചിന് കൊടുക്കുന്ന പൈസ തന്നെ കുറവാണ്. എത്രയാണ്? നമ്മൾ 1% ഓഫ് GDP പോലും കൊടുക്കുന്നില്ല. എന്തിന്? എഡ്യൂക്കേഷൻ സെക്ടറിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പോലും നമ്മൾ 1% ഓഫ് GDP കൊടുക്കുന്നില്ല. അവിടെ തന്നെ ജൂനിയർ റിസർച്ച് ഫെലോസിനും അല്ലെങ്കിൽ റിസർച്ച് ഫെലോസിനും കിട്ടുന്ന ശമ്പളം തുച്ഛമാണ്, വളരെ തുച്ഛമാണ്. അവര് ചെയ്യുന്ന ജോലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. ദെൻ വേറെ എന്താണ്? സോ ഇത് കൂടാണ്ട് നമ്മൾ ഓപ്പൺ ഡാറ്റാസും റിസർച്ച് ഡാറ്റാസും നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നില്ല. സോ ഇവർ ഈ 30,000 രൂപ കിട്ടുകയും ഒരു 35,000 40,000 രൂപ പബ്ലിഷേഴ്സിന് കൊടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. ഓക്കെ, സോ ഈ ഓപ്പൺ ആയിട്ട് കൊടുക്കുക, റിസർച്ച് ഡാറ്റാസ് ഓപ്പൺ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു ഡിസ്കഷൻ കൂടിയിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സോ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ഡിസ്കഷൻ ആയിരുന്നു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദെൻ യുറേനിയം ഡിസ്കഷൻ, H1B വിസാസ്. ഓക്കെ, ഈ 3 ഡിസ്കഷനുകൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഈ ഒരു ഡിസ്കഷൻ നിങ്ങളുടെ ഒരു മനസ്സിലൊന്ന് പതിഞ്ഞേക്കുക. വേറെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് പോകാനായിട്ട് നിൽക്കണ്ട. ഓക്കെ.